നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് പുതുപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പിലാണ്. ഞാനിവിടെ ഇരുന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് മണം വരുന്നു. എന്താണെന്നറിയാൻ നോക്കിയപ്പോഴത്തേനാണ് മാലിന്യം നിറഞ്ഞ് കൂമ്പാരമായിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ മിക്ക സ്ഥലത്തും പുതുപ്പള്ളി കവലയിൽ നിന്ന് കോട്ടയത്തിന് പോകുമ്പോൾ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്താണ് മാലിന്യ കൂമ്പാരമായിരിക്കുന്നത്. ഇത് 1-2 ആഴ്ച മുമ്പ് ഞാനൊന്ന് കണ്ടതാണ്. ഞാനവിടുത്തെ എടുത്ത് മാറ്റുമെന്ന് കണക്കൂട്ടി. എന്നാൽ അത് മാറ്റുന്ന യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഈ മാലിന്യത്തിൻ്റെ അകത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ തുണിയുടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്, ലയൺസ് ക്ലബ്ബ്. ആ തുണി വരെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ പാമ്പേഴ്സാണ് ഈ കിടക്കുന്നത്. രാവിലെ വരുന്ന യാത്രക്കാരുടെ സംഭാവനയാണത്. ഈ ബസ് സ്റ്റോപ്പിന് പരിസരം മുഴുവൻ മാലിന്യമായിട്ട് കിടക്കുകയാണ്. ശുചിത്വ കേരളം, ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രോഗ്രാമുകളാണ് പഞ്ചായത്ത് നടത്തുന്നത്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഇത് ഹൈസ്കൂളിൻ്റെ വാതിക്കത്തെ ബസ് സ്റ്റോപ്പാണ്. കോട്ടയത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മുഴുവൻ നിർത്തുന്ന ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇവിടെയും ഇതുപോലെ തന്നെ ബോക്സ് വച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പുഴു അരിച്ച് എല്ലാം കിടക്കുകയാണ്, നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൂടാതെ ഇതിൻ്റെ പരിസരത്ത് മുഴുവൻ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പ് നിറച്ച ആൾക്കാരാണ്, കുട്ടികളടക്കമുള്ളവരുണ്ട്. അവരെല്ലാം ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണാം, നിറഞ്ഞു. ഇതിനകത്ത് മുഴുവൻ പുഴു അരിച്ചിരിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഒരേ ഒരു ജീവനക്കാരിയാണ് ഉള്ളത്. അവരൊറ്റയ്ക്ക് വേണം ഈ കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ വേണ്ടി. ബസ് സ്റ്റാൻഡ് തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂളിൻ്റെ മുന്നത്തെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു കടയാണ്. ഇത് ഇവിടെ നിർത്തിപ്പോയതാണ്. എന്നിട്ടും അവിടെയും മാലിന്യങ്ങളെല്ലാം വാരിക്കോരിയിട്ടിരിക്കുകയാണ്. ഉണ്ടോ? ഈ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് സമീപവും സ്കൂളിൻ്റെ വാതിക്കലാണ് ഈ കാഴ്ച. ഇതെന്തോ നിർത്തിപ്പോയ ചെരുപ്പ് കടയോ എന്തായിരുന്നു, അദ്ദേഹം നിർത്തിപ്പോയതാണ്. അതുപോലെ ഈ പരിസരങ്ങൾ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 19 വാർഡിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ആകപ്പാടെ 2 പേരാണ് കാട് വെട്ടാനുള്ളത്. ഈ 19 വാർഡിലും അവർ ചെല്ലണം. ഇതുവരെ 14-ാം വാർഡിലെ പരിസരത്തോട്ട് പോലും ഒരാൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, മന്ദിരം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളി കവല വഴി കൈതേപ്പാലം വരെയും ഈ റോഡ് സൈഡിൽ കാടാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എപ്പം ചോദിച്ചാലും നാളെ വെട്ടാം, മറ്റന്നാൾ വെട്ടാമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പുതുപ്പള്ളി കവലയിലേക്കാണ്. കവലയുടെ ഹൃദയഭാഗത്തും ഇതുപോലെ തന്നെ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അതും മാലിന്യം നിറഞ്ഞ് അതിൻ്റെ മുകളിൽ ചാടി നിൽക്കുകയാണ്. ഇതെല്ലാം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എത്ര നാളായെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. എത്ര നിറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ. ഇത് കവലയുടെ ഹൃദയഭാഗത്താണ്, അവിടുത്തെ കാഴ്ചയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ മാവേലി സ്റ്റോറിൻ്റെ അവിടെ, കവല ഇവിടെ തൊട്ടടുത്താണ്, മണർകാട് റൂട്ടിൽ തന്നെ മറ്റൊരെണ്ണം കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. പുതുപ്പള്ളി കവലയിൽ നിന്ന് നാരകത്തോട് റോഡ് തുടങ്ങുന്ന സ്ഥലത്താണ് മറ്റൊരു ബോക്സ് വച്ചിരിക്കുന്നത്. അതും നിറഞ്ഞ് അതിൻ്റെ മുകളും ചാടി താഴെയും ഇഷ്ടം പോലെ ആയി കിടക്കുകയാണ്. അതുപോലെ ഈ പരിസരം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. നിങ്ങൾ നോക്കി കാണാം. ഇവിടെ പഞ്ചായത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ശിക്ഷാർഹമാണെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എത്ര നാളായി നിങ്ങൾ തന്നെ നോക്കുക. പുല്ല് കിളക്കണമെന്നുണ്ടെങ്കിൽ ഹരിതകർമ്മസേന വീടുകൾ തോറും മാലിന്യം ശേഖരിക്കുന്നു. അതുപോലെ തന്നെ കടകളിൽ മാലിന്യമോ കടയുടെ മുന്നിൽ വേസ്റ്റ് കണ്ടാലും അന്നേരം പഞ്ചായത്ത് വന്ന് ഫൈൻ അടിക്കുന്നു.
അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യവകുപ്പ് എല്ലാം ജനങ്ങളെ പിഴിയുന്നു. എന്നാൽ ഈ കാഴ്ച കാണാൻ ആരുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ വഴിയുടെ അപകടാവസ്ഥ, ഇവിടുത്തെ കുഴിയുടെ വാർത്ത കൊടുത്താണ്. ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടാണ് ഈ കുഴി രൂപപ്പെട്ടത്. എന്നാൽ അതിൻ്റെ മുകളിൽ കൂടെ PWD ഇപ്പോഴത്തെ പുതിയ ആധുനിക ടാറിങ് നടത്തി വീണ്ടും ഇവിടം കൊളാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിലത്തെ കാഴ്ചയാണ്. ബസ് സ്റ്റാൻഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ തന്നെ മാലിന്യം നിറഞ്ഞ് ഇതിൻ്റെ മുകളിലുമെല്ലാം നിറഞ്ഞ് ഇരിക്കുകയാണ്. പുഴു അരിച്ച് കിടക്കുകയാണ്. ഈ പരിസരത്തോട്ടെങ്ങും ചെല്ലാൻ മേല. പുതുപ്പള്ളി കവലയുടെ പ്രധാനപ്പെട്ട നൂറുകണക്കിന് ആൾക്കാർ ബസ് കയറാൻ ഓപ്പോസിറ്റ് കാത്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ മുന്നിലാണ് ഇതുപോലെ മാലിന്യ കൂമ്പാരമായി വന്നിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ രൂപത്തിൽ പനികളും എല്ലാ അസുഖങ്ങളും ഒക്കെ അതുപോലെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മാലിന്യ കൂമ്പാരമായി റോഡ് സൈഡുകളൊക്കെ വരിക എന്ന് പറയുന്നത് വളരെയേറെ സങ്കടകരമായ കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.